നമസ്കാരം. ഒരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സ്വപ്നങ്ങളുണ്ട്? ഒരു നല്ല ജോലി, ആരോഗ്യകരമായ ഒരു ശരീരം, വിജയകരമായ ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ. ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങളെ തടയുന്നുണ്ട്. എന്താണത്? നാളെ ചെയ്യാം. ഈ 4 വാക്കുകൾ പല സ്വപ്നങ്ങളെയും ജനിക്കാതെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലത്തിനെ കുറിച്ചാണ്. കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, നാളെ തുടങ്ങാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മാറ്റിവെക്കുന്നത് ചെറിയ കാര്യങ്ങളല്ല, നമ്മുടെ ഭാവിയാണ്. ഒരു കർഷകന് 2 വിത്തുകളുണ്ടായിരുന്നു. ഒന്ന് അവൻ ഉടനെ തന്നെ നട്ടു, മറ്റൊന്ന് അടുത്ത ആഴ്ച നട്ടാൽ മതി എന്നവൻ വിചാരിച്ചു. ആ ഒരാഴ്ച പിന്നീട് മാസമായി, മാസം വർഷമായി. അവസാനം ആ വിത്ത് മുളച്ചില്ല. ജീവിതത്തിലെ അവസരങ്ങളും ഇതുപോലെയാണ്. ശരിയായ സമയം വരാൻ കാത്തിരുന്നാൽ പലപ്പോഴും സമയം തന്നെ കടന്നുപോകും. നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്? പരാജയ ഭയം. എനിക്ക് പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് എന്തു വിചാരിക്കും? ഇങ്ങനെയുള്ള ഭയം കാരണം നമ്മൾ പലപ്പോഴും തുടങ്ങാൻ മടിക്കും. പക്ഷേ ഓർക്കുക, തുടങ്ങാത്തവർക്ക് വിജയിക്കാനും കഴിയില്ല. എല്ലാം പെർഫെക്റ്റ് ആകണം എന്നുള്ള ചിന്ത. പലരും പറയും, എല്ലാം റെഡിയായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ കുറച്ചുകൂടി പഠിച്ചിട്ട് തുടങ്ങാം, സമയം കിട്ടിയാൽ തുടങ്ങാം. ഞാനും അങ്ങനെയുള്ള ആളായിരുന്നു. ഇന്ന് തുടങ്ങണ്ട, നാളെ തുടങ്ങാം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളല്ലേ അറിയുള്ളൂ, കുറച്ചുകൂടി പഠിച്ചിട്ട് ചെയ്യാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമയം ഒരിക്കലും വരില്ല. ഒരു 5 മിനിറ്റ് ഇൻസ്റ്റഗ്രാം കാണാം എന്ന് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഷോട്ടിൽ തുടങ്ങും, ഒരു വാട്സപ്പ് മെസ്സേജ് വായിക്കാൻ നോക്കും. അങ്ങനെ 5 മിനിറ്റ് അരമണിക്കൂറാകും, അരമണിക്കൂർ 1 മണിക്കൂറാകും. അങ്ങനെ മണിക്കൂറുകൾ കടന്നു പോകും. അവസാനം ചെയ്യേണ്ട ജോലി മാത്രം ബാക്കിയാകും. ഈ ശീലം നമുക്ക് എങ്ങനെ മാറ്റാം? രണ്ടാമത്തത് 5 മിനിറ്റ് റൂളാണ്. നിങ്ങളോട് പറയൂ, ഇത് 5 മിനിറ്റ് മാത്രം ചെയ്യുമെന്ന്. വെറും 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തണമെങ്കിൽ നിർത്താം. പക്ഷേ മിക്കപ്പോഴും ആരംഭിച്ചാൽ തുടരാൻ എളുപ്പമാകും. ഈ 5 മിനിറ്റ് റൂളിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വഴി, നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്കിനെ ചെറിയ ഭാഗങ്ങളാക്കുക എന്നതാണ്. 100 പേജ് പഠിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ക്ഷീണം വരും. പക്ഷേ ഇന്ന് 5 പേജ് മാത്രം പഠിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക. ഇത് എളുപ്പമല്ലേ? വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചുവടുകളാക്കി മാറ്റൂ. ഇനി മൂന്നാമത്തെ വഴി കൗണ്ട് ഡൗൺ ആണ്. 5, 4, 3, 2, 1 ഇങ്ങനെ തുടങ്ങൂ. അധികം ചിന്തിച്ചാൽ മനസ്സ് കാരണങ്ങൾ കണ്ടെത്തും. പക്ഷേ പ്രവർത്തനം തുടങ്ങുമ്പോൾ ആ കാരണങ്ങൾ അപ്രത്യക്ഷമാകും. ഇനി 4ാമത്തെ വഴി, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കൂ. ഒരു ജോലി പൂർത്തിയാക്കിയോ സ്വയം അഭിനന്ദിക്കൂ. ഒരു ചെറിയ പുഞ്ചിരി നമുക്ക് തന്നെ നൽകൂ. ഒരു കപ്പ് ചായ, അല്ലെങ്കിൽ ഒരു ചെറിയ വിശ്രമം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന് വീണ്ടും ജോലി ചെയ്യാനുള്ള പ്രചോദനമാകും. ഓർക്കേണ്ട ഒരു സത്യമുണ്ട്, നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് ഒരു വലിയ തീരുമാനമല്ല, ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിയാണ്. നാളെ എന്നൊരു ദിവസം കലണ്ടറിൽ വരും, പക്ഷേ ജീവിതത്തിൽ മാറ്റം വരുന്നത് ഇന്ന് തുടങ്ങുമ്പോഴാണ്.
ഇപ്പോൾ ഈ വീഡിയോ തീർന്ന ഉടൻ തന്നെ നിങ്ങൾ ഒരുപാട് ദിവസമായി മാറ്റിവെച്ച ഒരു ജോലി എന്താണെന്ന് ഓർക്കൂ. എന്നിട്ട് അത് വെറും 5 പൂർത്തിയാക്കാൻ ശ്രമിക്കണ്ട, തുടങ്ങാൻ മാത്രം ശ്രമിക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നത് പരാജയമല്ല, നാളെ ചെയ്യാം എന്ന ശീലമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങൂ. ഒരു ചെറിയ ചുവട്, ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമായി മാറും.